പഴംപൊരി ഉണ്ടാക്കണ പഴം കിട്ടാത്ത നാട്ടിൽ പോയ എന്ത് ചെയ്യും, അവിടെ കിട്ടണ പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ റോബസ്റ്റ് പോലത്തെ ഒരു പഴമൊക്കെ ആയിട്ട് കേട്ടോ, അത് വെച്ചിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടോ. കാണാൻ നല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ പഴംപൊരി പോലെ ഇരിക്കുമെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ നിന്നാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞിട്ടൊന്ന് പാർക്കിൽ പോയി വന്നപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പഴംപൊരിയുടെ കുറച്ച് ബാറ്റർ ബാക്കിയുണ്ടായിരുന്നു, അതിൽ ബ്രെഡ് മുക്കിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ അപ്പവും പിന്നെ പൊട്ടറ്റോ സ്റ്റൂ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കണത്. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞു വെച്ചു. പിന്നെ തേങ്ങാപ്പാലും വേണം കേട്ടോ നമുക്ക്. എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഒനിയൻ ഇട്ടിട്ട് ഒന്ന് വഴറ്റെടുക്കുക. അതിലേക്ക് പൊട്ടറ്റോ അരിഞ്ഞതും ക്യാരറ്റ്, പിന്നെന്താ ബീൻസ്, കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് വഴറ്റെടുക്കുക. അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ രണ്ടാം പാലിൽ കിടന്നിട്ടാണ് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവേണ്ടത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിക്കുക കേട്ടോ. എൻ്റെ അടുത്ത് തേക്കാൻ പാൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പശുമ്പാൽ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കുരുമുളക് കൂടിപ്പോയി. പിന്നെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.